ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ ഒരല്പ റിലാക്സേഷന് വേണ്ടി കടൽ തീരത്ത് വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വള്ളം നിറയെ മീനുമായി ഒരു മീൻപിടുത്തക്കാരൻ കരയിലേക്ക് വരുന്നത് കണ്ടു. ഇത് കണ്ട ബിസിനസ്സുകാരൻ ചോദിച്ചു, ഇന്ന് വള്ളം നിറയെ മീനുണ്ടല്ലോ, നിങ്ങൾക്ക് നിറയെ കാശ് ലഭിക്കുമല്ലോ? മീൻപിടുത്തക്കാരൻ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് എന്നും വള്ളം നിറയെ മീൻ കിട്ടാറുണ്ട്, ഞാൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് പറഞ്ഞു. ബിസിനസ്സുകാരൻ വീണ്ടും ചോദിച്ചു, ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻകം കിട്ടില്ലേ? അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പം മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഇല്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ചിലവഴിക്കാനുള്ളതാണ്. അതെൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അത് ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയ ശേഷം എൻ്റെ സുഹൃത്തുക്കളുമായി പാട്ടൊക്കെ പാടി കുറച്ച് നേരം ആസ്വദിച്ചിരിക്കാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവാനാണെന്ന് പറഞ്ഞു. ബിസിനസ്സുകാരൻ വീണ്ടും പറഞ്ഞു, അങ്ങനെ ഒരു അഡീഷണൽ ഇൻകം കിട്ടുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ബോട്ട് വാങ്ങാം. അത് കഴിഞ്ഞ് ഒന്നിലധികം ബോട്ടുകളാവും. പിന്നെ വലിയ ഫാക്ടറി ഒക്കെ ഇട്ട് നിങ്ങളുടെ കീഴിൽ ഒരുപാട് തൊഴിലാളികളെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഇതൊക്കെ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. മീൻപിടുത്തക്കാരൻ ചോദിച്ചു, ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ എത്ര സമയം വേണ്ടി വരും? ബിസിനസ്സുകാരൻ പറഞ്ഞു, ഒരു 10-15 വർഷം കൊണ്ട് നിങ്ങളൊരു വലിയ ബിസിനസ് മാൻ ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. മീൻപിടുത്തക്കാരൻ ചോദിച്ചു, അതൊക്കെ തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്? ഓരോരുത്തരുടെയും സന്തോഷവും സമാധാനം അധിഷ്ഠിതമായിരിക്കുന്നത് ഓരോ രീതിയിലാണല്ലേ. പലരും അവരവരുടെ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഇവിടെ ഈ കഥയിൽ ഈ ബിസിനസ്സുകാരന് കഠിനാധ്വാനം ചെയ്ത് കാശുണ്ടാക്കി ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. മീൻപിടുത്തക്കാരനാകട്ടെ അന്നുള്ള വരുമാനം കൊണ്ട് സന്തോഷത്തോടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ജീവിച്ച് ജീവിതം ആസ്വദിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. പലരും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ വിവേകത്തോടെ അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് സന്തോഷവും സമാധാനവും ജീവിത വിജയവും എപ്പോഴും കൂടെ ഉണ്ടാകും. സ്നേഹത്തോടെ, സ്വന്തം സംഗീത.